പോയി കിടക്കുക. ഇനി ഇതൊക്കെ ഒന്ന് ചൊവ്വായി വരണേ എന്ത് പാടുപെട്ടാല. കായും പോയി എല്ലാം പോയി. അതെ, ഇനി പഴുപ്പ് കയറും, അഴുകൽ കയറും. ഈ പാവങ്ങൾ ഇത് എടുത്തേച്ച് ഇതിന് ഇത് എങ്ങനെ മുതലാക്കി ഈടാക്കി കൊടുക്കേണ്ടവർക്ക് കൊടുക്കും. അത് അമ്പരാനറിയാം. പ്രിയമുള്ളവരെ, ബെന്നികക്കാടാണ്. ഞാനിപ്പം ഇടുക്കി ജില്ലയിൽ അണക്കര ചെല്ലാർകോവിലുള്ള ഉപ്പൂട്ടിപ്പറമ്പിൽ കുറുവച്ചൻ എന്ന് പറയുന്ന കൃഷിക്കാരൻ്റെ കൃഷിത്തോട്ടത്തിലാണുള്ളത്. ഏലക്കൃഷിത്തോട്ടം. ഈ തോട്ടത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. ഈ ഒരു അവസ്ഥയിലാണ് ഇത് കഴിഞ്ഞ കാറ്റിലും മഴയിലും ഉണ്ടായ പേമാരിയിലും ഇവിടുത്തെ ഏലച്ചെടികൾ മുഴുവൻ കാറ്റിൽ ഒടിഞ്ഞ് നശിച്ച് ഈ ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്. നല്ല കരുത്തോടു കൂടി നല്ല രീതിയിൽ വന്ന ഒരു തോട്ടമായിരുന്നു ഇത് ഇവിടെ മാത്രമല്ല, ഈ ഭാഗത്തുള്ള മിക്കവാറും കൃഷിക്കാരുടെ ഒരു അവസ്ഥ ഇതാണ്. നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്ന ചെടികൾ മുഴുവൻ നല്ല കായായി വന്ന സമയത്ത് അത് എല്ലാം തകർന്നടിഞ്ഞ ഒരവസ്ഥയാണ്. കർഷകരുടെ നെഞ്ചിൽ ഇടുത്തി വീഴിച്ചുകൊണ്ട് ആ കാറ്റും മഴയും വന്നു. ഇനിയും കാറ്റും മഴയും കിടക്കുകയാണ്. കാലവർഷം കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അതിൻ്റെ ആശങ്കാകുലരാണ്. ഇപ്പോൾ ഇവിടെ ഈ കൃഷിത്തോട്ടത്തിൽ ഉപ്പൂട്ടിപ്പറമ്പിൽ കുറുവച്ചൻ എന്ന് പറയുന്ന കൃഷിക്കാരൻ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് നമുക്ക് ചോദിക്കാം. നമുക്ക് ഇത് എത്ര സ്ഥലമാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്? നമുക്കൊരു 1.25 ഏക്കർ ഉണ്ട്. 1.25 ഏക്കർ ഏലം ആണ് പ്രധാനമായിട്ടുള്ളത് അല്ലേ? ഇതുപോലെ ഏലം അതിലൊരു 10-30 സെന്റിലെ ഫുള്ളായിട്ടെന്ന പോലെ ഫുള്ളായിട്ട് ഇതേ കണ്ടീഷനായി പോയി. കൂടുതൽ പോയി, എന്നിരുന്നാലും കൂടുതലായിട്ട് പോയത് 30 സെന്റിലെ ഫുള്ളായിട്ട് പോയിട്ടുള്ളത്. ഫുള്ളായിട്ട്. അപ്പം നമുക്കിനി ഇപ്പം ഇത് തന്നെ ഇനി ചെയ്യാൻ പറ്റുന്നത്, ഇതുപോലെ തകർന്നു കിടക്കുന്ന തോട്ടം എന്നാ ചെയ്യാൻ പറ്റും? അങ്ങോട്ടും മാറ്റി വെക്കുവോ കെട്ടി വെക്കുവോ, എന്നിരുന്നാലും സ്ഥലമെല്ലാം പോകും. കാ പൊഴിഞ്ഞു, ഇതിനെ പഴുപ്പടിച്ചു കഴിഞ്ഞാൽ ഈ കായെല്ലാം പൊഴിഞ്ഞു പോകും. അതാ എൻ്റെ ഒരു പ്രശ്നം. ഈ ഉണ്ടായിരിക്കുന്ന കാ പോലും വളമെടുക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ അല്ലേ? പൊഴിഞ്ഞു പോകും, പഴുപ്പ് കയറും. അതാ ഒരു പ്രശ്നം. അപ്പോൾ ഇനിയിപ്പോൾ ഇത് പണിക്കാരെ വെച്ചിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വകഞ്ഞ് മാറ്റുക, പൊക്കി കെട്ടി വെക്കും. അല്ലെങ്കിൽ പിന്നെ റീപ്ലാന്റ് ചെയ്യേണ്ടി വരും അല്ലേ? പിന്നെ ഇതന്നെ ഇനി ചിമ്പടിച്ചൊക്കെ വരണം. അപ്പോൾ ഇനിയും വർഷങ്ങൾ 1-2 വർഷം അങ്ങനെ കാത്തു നിൽക്കേണ്ടി വരും. കഴിഞ്ഞ വർഷം ഉണക്ക്, അതിന് മുമ്പിൽ അഴുകൽ, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. കർഷകന്റെ അവസ്ഥ മനസ്സിലാകുന്നുണ്ടല്ലോ. ഈ മറിഞ്ഞു കിടക്കുന്ന ഇതുപോലുള്ള തൈകളുടെ ചോട്ടിലുള്ള കായകൾ ഇവർ എടുത്തുകൊണ്ടിരിക്കുകയാണ് ചേച്ചിമാർ. അപ്പം നമുക്ക് അവരോടൊന്ന് ചോദിക്കാം ഇതിനെപ്പറ്റിയുള്ള അവസ്ഥ. അപ്പം ചേച്ചി, ഇതിപ്പോൾ ഈ കായ എടുക്കുമ്പോൾ ഇതല്ല, ഇത് തട്ടയെല്ലാം മറിഞ്ഞ് കാറ്റത്ത് മൊത്തം പോയി കിടക്കുകയാണ്. അപ്പോൾ ഇതിലെ ഉള്ള കാ നമ്മൾ പറിച്ചെടുക്കുക. ഇപ്പം തന്നെ ഈ മഞ്ഞ പിഞ്ചോ അങ്ങനെ കൊണ്ട് ഈ അത് ഒത്തിരി ഉണ്ടാകുന്നുണ്ടല്ലേ? ഈ പൊഴിയുന്നുണ്ട്. ഓ ശരി. അപ്പോൾ ഉള്ളത് പറിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. അല്ലേ അതും കൂടെ പോയാൽ പാടുപെട്ടതിന് ഒന്നുമില്ലാതെ. അതന്നെ. എന്നാൽ ശരി, എടുക്കേ. കർഷകനെ ഈ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായ നടപടികൾ ഉണ്ടാകണം. കൃഷിഭവനിൽ നിന്ന് കൊടുക്കാൻ പോകുന്ന ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഒരു കാര്യങ്ങളൊക്കെ ആവത്തുള്ളൂ. അവർക്ക് വേണ്ടതായിട്ടുള്ള ധനസഹായങ്ങൾ, അതുമാത്രമല്ല ഇനിയും കാറ്റും മഴയുമൊക്കെ കിടക്കുകയാണ്. അവർക്ക് കൃഷിയെ ഇനി സംരക്ഷിക്കാനുള്ള ഉപാധികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഉള്ള ഒരു അഭ്യർത്ഥനയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനുള്ളത്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.